കൃപാസന ഉടമ്പടി നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. കൃപാസനത്തിൽ ചെന്നെടുക്കാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ അവിടെ വരാൻ എല്ലാവർക്കും സാധിക്കുമെന്ന് വന്നില്ല. നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് എങ്ങനെ എടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ പേജ് എന്ന് പറഞ്ഞാൽ കൃപാസനത്തിൻ്റെ പേജാണ്. ഇപ്പം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴുള്ള പെയറും നമ്മൾ ആരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇതുപോലെ കാണുകയും ചെയ്യാം. എങ്ങനെ എടുക്കണമെന്നുള്ളത് നമുക്ക് നോക്കാവേ. നമ്മളിത് മൊബൈലിലാണ് ചെയ്യുന്നത്. നമ്മൾ ക്രോം എടുക്കുക, അതിൻ്റെ അകത്ത് കൃപാസനം എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് വരുന്നത്. ഇതിൻ്റെ അകത്ത് താഴെ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് പെയർ എന്നുള്ളത് ഞെക്കുക. അത് കഴിയുമ്പോൾ കൃപാസനത്തിൻ്റെ പേജിലാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ കൃപാസനം മരിയൻ ഷെയ്ൻ അത് ഞെക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടം ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. 3 ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ മലയാളത്തിലാണ് ചെയ്ത് കാണിക്കുന്നത്. എന്നിട്ട് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവുക. ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥന പേജിലേക്ക് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പോൾ ഓൺലൈൻ എടുക്കുന്ന രീതികളും കാര്യങ്ങളെല്ലാം അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എടുത്തവരെ ഇത് കാണിക്കുന്നുണ്ട് താഴെ. പൊക്കത്തേക്ക് പോകാം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം അവർ ഗൂഗിളുമായിട്ട് സൈൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് കണ്ടാൽ നമ്മൾ സൈൻ കൊടുക്കുന്നത് നമ്മളെ ഇമെയിൽ ഐ ഡി ആയിട്ട് അത് കണക്റ്റ് ആവും. ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇതിങ്ങനെ പേജ് വന്നു. ഈ പേജിൽ നമ്മൾ കൃപാസന ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥന തന്നെ ഇപ്പം വേറൊരു പേജിലേക്ക് നമ്മൾ വരും. ഈ പേജിൽ ഇതിങ്ങനെ വന്നു. അതായത് നമ്മളെ പേരും ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും സ്ഥലവും കൊടുക്കുക. അത് കഴിഞ്ഞ് വ്യക്തിപരമായ വിവരങ്ങൾ സമർപ്പിക്കുക ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വേറെ അടുത്ത പേജിലേക്ക് പോകും. ഇവിടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ എഴുതിയിട്ടുണ്ട് 6 അതെല്ലാം വായിച്ച് നോക്കുക. എന്നിട്ട് ഇവിടെ ഒരു കോളം ഉണ്ട്, ആരോമാർക്കിൻ്റെ അവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സമർപ്പിക്കുക ഉള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ അടുത്ത പേജ് വന്നു. ആ പേജ് നമ്മൾ 6 നിയോഗങ്ങൾ എഴുതി കൊടുക്കണം. ഫസ്റ്റ് നിയോഗം എഴുതി കൊടുത്തിട്ട് സമർപ്പിക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മളങ്ങനെ നിയോഗങ്ങൾ എഴുതി കൊടുത്തു. സമർപ്പിക്കുന്ന ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അവിടെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് താഴെ. നമ്മൾ എഴുതി തെറ്റുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പ്രാർത്ഥന ഉദ്ദേശങ്ങൾ അയക്കുക എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക. ഇത് വേറെ പേജിലേക്ക് പോകും. അത് കൃപാസനത്തിൻ്റെ തന്നെ യൂട്യൂബിൻ്റെ പേജിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ ഒരു വീഡിയോയാണ് നമുക്ക് പ്ലേ ചെയ്ത് വരുന്നത്. വാഗ്ദാന പേടകം അതൊക്കെയാണ് വരുന്നത്. നമ്മളെ നിയോഗങ്ങൾ ആ പെട്ടിയിലേക്ക് വന്ന് വീണു. അതാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പഴയ പേജിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുന്നതാണ്. നമ്മൾ തിരിച്ച് പേജ് വന്നു. അപ്പോൾ നമ്മളെ പേര് ഇത് കാണിക്കും. അങ്ങനെ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. നമ്മൾ പിന്നെ കണ്ടിന്യൂ കൊടുക്കുക. അത് നമ്മൾ നേരെ വരുന്ന വേറെ പേജിലേക്കാണ്. അവിടെ പ്രാർത്ഥനയുടെ കാര്യങ്ങളെല്ലാം അച്ഛൻ പറയുന്നുണ്ട്. അതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ വായിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ക്ലോസ് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ ഒരു ഉടമ്പടി പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞ് കാണും. അതിൻ്റെ അകത്ത് നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെന്നുള്ളത് കാണിക്കും. ഞാൻ മലയാളം സെലക്ട് ചെയ്യുകയാണ്. നേരെ ഡൗൺലോഡിങ് വന്നിട്ടുണ്ട്. നേരെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ ഇതുപോലെ PDF ഫയലായിട്ട് അത് സേവ് ആയി കിടക്കുന്നതായിരിക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിലെല്ലാം ഇതെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് നമ്മളെ ഫോണിൻ്റെ അകത്ത് തന്നെ സേവ് ആയിട്ട് PDF-ൻ്റെ രൂപത്തിൽ കിടക്കുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നൊരു മൊബൈൽ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി, റിപ്ലൈ തരാം. അതുകൊണ്ട് ഇത് ഇപ്പോൾ എടുത്ത ആൾക്കാരേക്കാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ പേരും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരും. ഓക്കെ, താങ്ക് യു.